എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തി അല്ലേ? സാനി എന്തെടുക്കാണ്? കയ്യിലെന്തോ ഇരിക്കുന്നേ? കയ്യിലെന്തോ ഇരിക്കുന്നേ പാപ്പം? ലേസ് തന്നെയാണ്. ലേസ് തന്നെ. ലേസ് എല്ലാവർക്കും കൊടുക്കുവോ? ആർക്കും തരത്തില്ല കേട്ടോ. ആരെയും ചോദിക്കരുത്. ആർക്കും ലേസ് തരത്തില്ല. ശാല ലേസേ ഉള്ളു. ഞാൻ തിന്നുവാണ്. ലേസ് തിന്നുവാണ്. ഇല്ലല്ലോ, നോക്കട്ടെ. ഇല്ല, ഞാൻ മേടിച്ചതാണ്. അതിന്റെ ബാക്കി കുറച്ച് വെച്ചിരുന്ന്. സണ്ണി മൊത്തം കൂടെ തിന്നില്ല. എന്തെങ്കിലും കണ്ട ശകലം തിന്നിട്ട് പിന്നെ അതങ്ങ് വെച്ചിട്ട് പോവും. അങ്ങനെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ കൊടുക്കാൻ മറന്നുപോയി. ഇന്നെ എടുത്തോണ്ട് കൊടുത്തു. സണ്ണി വീടുണ്ടാക്കുവാണ് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട്. അതിനിടെയാണ് ഞാൻ ലേസ് ഉണ്ടാക്കി എടുത്തൊക്കെ കൊടുത്തത്. ലേസ് ഞാൻ അവൾ വഴക്കിട്ടിട്ട് അച്ഛൻ മേടിച്ചോണ്ട് കൊടുത്തതാണ്. ലേസ് വേണം കുട്ട, പ്ലീസ് കുട്ട, പ്ലീസ് കുട്ട, ഒരു ലേസ് വാങ്ങിച്ചോണ്ട് തരുമോ? അയക്ക് ഒരു ലേസ് വാങ്ങിച്ചോണ്ട് തരുമോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ എന്ന് പോകാതെ പറയും, കുട്ട 10 രൂപയുടെ ഒരു ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരണേ പ്ലീസ് കുട്ട, പ്ലീസ്. അങ്ങമാടി പോയതിനു ശേഷം പ്ലീസ് ഒക്കെ പറയാൻ പഠിച്ചു. പ്ലീസ് പ്ലീസ്. സണ്ണി ഒരു കൊച്ചു തല്ലിയിട്ടെന്നാണ് പറയുന്നത്. സണ്ണി എന്നും അങ്ങമാടി പോയി ഓരോ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോന്നും മേടിച്ചോണ്ട് വരും. ഇന്ന് ഏതോ കൊച്ചു തല്ലിയിട്ടെന്ന് പറഞ്ഞു. എന്നാലും തല്ലിയിട്ടെ? ആമിയാണ് എന്നും തല്ലിയിടുന്ന ആള്. പിന്നെന്താണ് വിശേഷം? മക്കളെ റോളി പാടിക്കേ. ആ ആ ആ ആ ആ റോളി ഇൻ റോളി ഔട്ട്. ആ പിന്നെ റോളി അപ്പ് റോളി സ്ലോലി ബസ്. എല്ലാം ടീച്ചർ പഠിപ്പിക്കുന്നതാണ്. ടീച്ചർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെയിലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ടീച്ചറാണ് അവരുടെ സ്ട്രെങ്ത്. ടീച്ചറാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. സെലിനാൻറ്റി അവർക്ക് പേടിയാണ്. സെലിനാൻറ്റി വഴക്ക് പറയും. അതുകൊണ്ട് സെലിനാൻറ്റിയെ പേടിയാണ്. ഈ കുരുത്തക്കേട് തമ്മിലിങ്ങനെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് സെലിനാൻറ്റി നല്ല വഴക്ക് കൊടുക്കും. അപ്പോൾ സെലിനാൻറ്റിയെ പേടിയാണ് എല്ലാവർക്കും. ടീച്ചറാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഫ്രീഡം ഉണ്ട്. തമ്മിൽ അടിയായിരിക്കും, അതാണ് പ്രശ്നം. ടീച്ചറിന്റെ കണ്ണ് തെറ്റിയ തമ്മിലടിയാണ്. പിടിച്ചു തള്ളും, പിച്ച് പറിക്കും, പ്രശ്നങ്ങളായിരിക്കും. രണ്ടുപേരും കൂടെ ഉള്ള ദിവസമാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ആരെങ്കിലും ഒരാളെ ഉള്ളെങ്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിയുമ്പോൾ തമ്മിൽ അടിയാവുന്നത്. ഒരാളെ ഉള്ളെങ്കിൽ എല്ലാത്തിനോടും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടേ, ഫുഡ് കൊടുക്കുന്നതും. സണ്ണിയുടെ ഫേവറേറ്റ് ലേസാണ്. എനിക്ക് ഈ മഞ്ഞ ഇഷ്ടമാണ് ലേസിൽ, മറ്റേ പച്ച കളർ ഇഷ്ടമാണ്. ഇഷ്ടം
ലേസാണ് ഇഷ്ടം. അങ്ങനെ ഇന്ന കവറൊന്നുമില്ല, ലേസാണ് ഇഷ്ടം. മക്കളെ ഇന്ന് ഓണത്തിന്റെ പരിപാടിയുടെ പാട്ട് പഠിച്ചോ? ടീച്ചർ പഠിപ്പിച്ചില്ലേ? എന്ത് പാട്ടാ പഠിപ്പിച്ചേ? റോളി റോളിയാണോ പഠിപ്പിച്ചത്? പിന്നെ എന്തോന്ന്? തിരുവാതിരയോ? ടീച്ചർ പഠിപ്പിച്ചോ? ആരാ പഠിപ്പിച്ചേ? ആരാ പഠിപ്പിച്ചേ? ടീച്ചറോ? തിരുവാതിര പഠിച്ചോ വന്നിട്ട്? പിന്നെ വേറെ എന്താണ് വിശേഷം? കസേരയുണ്ട്. സണ്ണിയുടെ ഉടുപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഫാനുണ്ട്. പിന്നെ വേറെ എന്താ സണ്ണി വിശേഷം? വേറെ എന്താ വിശേഷം? കളിക്കണ സാധനം വെച്ച് വീടുണ്ടാക്കി കാണിച്ചേ. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് എല്ലാരും. വീടുണ്ടാക്കുവാണ്. വീടുണ്ടാക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിടയ്ക്ക് രണ്ട് ലേസും പറക്കി തരുന്നുണ്ട്. ലേസിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. വേറെ അതിനൊക്കെ എല്ലാവരെ കൊണ്ട് വേറെ ബിഗ് ബോസും ഒന്നും അത്ര പോരാ. പക്ഷെ ലേസ് ഒരു പ്രത്യേക രുചി തന്നെയാണ്. പിള്ളേർക്ക് മേടിച്ച് കൊടുക്കരുതെന്ന് പറയും. നമ്മളായാലും തിന്നു പോകും. ചെയ്യാൻ അറിയാതെ കയ്യതിനകത്തോട്ട് പോകും. അത് നമ്മൾ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓണമൊക്കെ ആയിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങൾ ഇപ്പോഴേ ഓണാശംസകൾ അറിയിക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേക്കണേ. സാധനം തിന്നുന്ന തിരക്കിലാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ. സമയമില്ല, പറയാൻ പറ്റൂല. വായിക്കാത്ത നിറയെ ലേസ് കിടക്കുകയാണ്. അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇപ്പോഴും ഞങ്ങളുടെ ഹാപ്പി ഓണം. എല്ലായിടും ഓണമൊക്കെ കാണാൻ പറ്റിയ ഓണമാണെന്നാണല്ലോ മലയാളികൾ. അതൊരു പ്രത്യേക വൈബാണല്ലേ. ഓണത്തിനാകുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം അടിച്ച് ക്ലീനാക്കി പെരയെല്ലാം തൂത്തുവാരി തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി 2 ദിവസം കൊണ്ട് ഞാൻ തകർത്ത ജോലിയിലാണ്. ജനലും കതവും എല്ലാം തുടച്ച്, പൊടിയൊക്കെ പിടിച്ചിരിക്കുക എപ്പോഴും തുടയ്ക്കുന്നില്ലല്ലോ. എല്ലാം തുറന്നിട്ട് തുടച്ച് അലമാരിക്കൊക്കെ തുണികളെല്ലാം ഒന്നും കൂടി ഒന്ന് ഓർഡറാക്കി പേപ്പറൊക്കെ മാറ്റി അതെല്ലാം വെച്ച് അങ്ങനെ എന്ത് ചെയ്യും. ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര ഉറുമ്പ് ശല്യമാണ് ഞങ്ങൾക്ക്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ തുണി വെക്കുന്ന ഭിത്തി അലമാരിയില്ലേ, കബോർഡിനകത്ത്, അതിനകത്തെല്ലാം ഉറുമ്പ് കയറിയിട്ട് തുണിയെല്ലാം ഉറുമ്പ് കിഴിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഇത്തിരി എന്ത് ചെയ്യുന്നു, പഴയ പേപ്പറൊക്കെ മാറ്റിയിട്ട് തുണിയൊക്കെ മാറ്റി പഴയ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തൂത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ടാണ് തുണി വെച്ചിരിക്കുന്നത്. ഇനി ഉറുമ്പ് കയറുമോയെന്ന് അറിഞ്ഞുകൂടാ. ഒരു പരീക്ഷണം ഞാൻ നടത്തി നോക്കിയതാണ്. ഒരു രക്ഷയില്ല. ഇടുന്ന തുണി മൊത്തം നല്ല തുണികളൊക്കെ ഉറുമ്പ് കിഴിക്കുകയാണ്. ഒരു രക്ഷയില്ല ഉറുമ്പ് കാരണം. ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് സഹിയായിട്ടിരിക്കണം. എല്ലായിടും ഉറുമ്പാണ്. ഒരു സാധനം വെക്കാൻ പറ്റൂല.
മൊത്തം ഉറുമ്പ് കയറിക്കുള്ളതാണ്. അവിടെ വെച്ചൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം. ഇവിടെ ഉറുമ്പിൻ്റെ ഒരു ചാകര തന്നെയാണ്. വന്ന സമയത്തായിരുന്നു കൂടുതൽ, ഇപ്പൊ ഇത്തിരി കുറവുണ്ട് ഉറുമ്പ്. വന്ന സമയത്ത് എവിടത്തെ ജനലേക്കൂടെ ഒക്കെ ഉറുമ്പായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നുള്ളി പറക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അവൾ തിരിഞ്ഞു പോലും നോക്കൂല. സാൻവി, ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിനകത്ത് കാര്യം ഓർക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് എല്ലാം കൂടെ എന്നെ കൊണ്ട് വെച്ച് വെക്കാൻ പറ്റുമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് സദ്യ വെക്കുന്നത്. നമ്മൾ വീട് മാറിയോണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്ര മണിക്ക് തുടങ്ങിയാൽ തീരുമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എല്ലാം കൂടി എപ്പോൾ തീരും, എപ്പോൾ തുടങ്ങണം, ആകെ കൺഫ്യൂഷനിലാണ്. ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മനസ്സിൽ ആഗ്രഹമുണ്ട്. കറികളൊക്കെ വെക്കണം. അതൊരു സന്തോഷമാണല്ലോ. നമുക്ക് ഇലയിൽ എല്ലാ കറികളും കൂട്ടി ഇലയിലിരുന്ന് താഴെ ഇരുന്ന് എല്ലാവരോടും കഴിക്കണം. അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഒക്കെ വിചാരിക്കുന്ന ദൈവമേ എല്ലാം നടക്കണേ അല്ലേ? സണ്ണി, സദ്യ ഉണ്ടാക്കണ്ടേ? അപ്പൊ നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. നടക്കുവാക്കി ദൈവം അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്താ സാൻവി? വേറെ എന്താ പറയാനുള്ളത്? വീടുണ്ടാക്കി ഇപ്പൊ തീരും കേട്ടോ. അത്ര ബിൽഡിങ് എത്ര ആയിട്ടുണ്ട്. ഞാനിടയ്ക്ക് ലേസ് തിന്നാൻ പോയതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങള്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. ബൈ ബൈ പറഞ്ഞേ. ബൈ.